പകലിടം തണല ഒരു പൊഴുതും നീ പിരിയുകയില്ല ഇരവിലൊളിയായി പകലിടം തണല ഒരു പൊഴുതും നീ പിരിയുകയില്ല ഇതുവരെ കരുതിയ നാഥ ഇനി എനിക്കൊന്നും തവ കൃപ മതിയാം മരണത്തിൽ നിഴൽത്താൽ വരെയതിലും ശരണമറ്റവനായി പരിതപിക്കാതെ മരണത്തിൽ നിഴൽത്താൽ വരെയതിലും ശരണമറ്റവനായി പരിതപിക്കാതെ വരുവനിക്കരികൾ വഴിപതരാതെ കരം പിടിച്ചമ്മേ നടത്തിടുവാങ്ങി വരുവനിക്കരികൾ വഴിപതരാതെ കരം പിടിച്ചമ്മേ നടത്തിടുവാങ്ങി ഇതുവരെ കരുതിയ നാഥ ഇനി എനിക്കൊന്നു തവ കൃപ മതിയാം തലചരിച്ചിടുവാൻ സ്ഥലമൊരുലവമേ ഉലകിലില്ല മനുജകുമാര തലചരിച്ചിടുവാൻ സ്ഥലമൊരുലവമേ പാരമ്യ തലിവൈസ പാരമ്യ തലിവൈസ യേശു മഹിസനെ നമോ കേശവിനസന നമോ ലോകത്തിൻ പാപം പരിഹരിപ്പാനായി ലോകത്തിൻ പാപം പരിഹരിപ്പാനായി ക്രൂശിച്ചു മനസ്സ ക്രൂശിച്ചു മനസ്സ യേശു മകേശനെ നമോ കേശവിനാശന നമോ മരിച്ചുയർത്തെഴുന്ന ജീവന്റെ നാഥ മരിച്ചുയർത്തെഴുന്ന ജീവന്റെ നാഥ പരമോന്നത ശ്രീശ പരമോന്നത ശ്രീശ യേശു മഹേശനെ നമോ കേശവിനാശന നമോ അഗതികൾക്കാശ്രയമാം ജഗദീശ അഗതികൾക്കാശ്രയമാം ജഗദീശ കേശവിനാശന നമോ തരണിമേൽ വീണ്ടും വന്നു സകലം തരണിമേൽ വീണ്ടും വന്നു സകലം വർഷങ്ങൾ വാഴുന്ന രക്ഷ വർഷങ്ങൾ വാഴുന്ന രക്ഷ യേശു മഹേശനെ നമോ കേശവിനാശന നമോ കാണിക്കരുത് നമ്മള് തന്നെയാ ആള്. ചിന്നമ്മയോട് പോലും പറയണമെങ്കിൽ പറഞ്ഞു. ഇപ്പൊ ഓർമ്മ വരുന്നൊക്കെ അന്നേരം പറയണ്ടേ. ഇപ്പൊ ഓർമ്മ വരുന്നേ പറഞ്ഞു. ആഹാ, അതൊക്കെ പറയാൻ ഇനി സമയമുണ്ട്. ഇപ്പോഴേ അതിന് തീർത്ത് പിടിക്കണ്ട. ബട്ടൺസ്
പറഞ്ഞു കൊണ്ടുപോയി നിന്നെ കാണാനാ അമ്മച്ചി കേട്ടാ. ഇപ്പോഴും സംസാരത്തെ എല്ലാവരും പിടിച്ചു കഴിഞ്ഞിട്ട് ഇനി പറഞ്ഞാലും പിടിക്കും. ഇന്നലെ റജിയെ കൊണ്ടുപോകണത് എന്താ? ഓ ടിക്കറ്റ് ഒക്കെ ഓക്കെ ആക്കി പാസ്പോർട്ട് കൊടുത്ത്. എന്നത്തേക്കാ പോകുന്നേ? ഇപ്പോൾ ചിന്നമ്മയ്ക്ക് ചിക്കനൊക്കെയാണെന്ന് പറഞ്ഞേ. ചിക്കൻ ആയിരുന്നു, അതൊക്കെ ഉണങ്ങി തുടങ്ങിയപ്പോഴാണ് ഞാൻ പോകുന്നത്. ഇപ്പൊ ഇന്നലെ ഞാൻ റാന്നിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. സംസാരിച്ചു. സുഖമായിരിക്കുന്ന 1-ാം തീയതി മുതൽ ജോലിക്ക് പോകും. പകൽ 2 മണി. പകൽ 2 മണിയാകുമ്പോ അവിടെ രാത്രി ഒരു 11 മണി 11:30 ആയി കാണും. ഇവിടെ നേരിട്ട് ഡയൽ ചെയ്യാം. പക്ഷെ ഇവിടെ ഒന്നുമില്ല. 1-ാം തീയതി ഡ്യൂട്ടിക്ക് പോയി തുടങ്ങി. 1-ാം തീയതി പോവും. 1-ാം തീയതി ജോലിക്ക് പോകും. റാണിമോളെ ഉറക്കം വരുന്ന കാലൊന്നും കാണത്തില്ല. അവിടെ ഇരിക്കുന്നവരെയൊക്കെ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് കാണും. അപ്പച്ചന്റെ പല്ലൊന്ന് കാണണ്ടേ? എഴുത്തുകണ്ട അവിടെ കണ്ട് പേപ്പർ അല്ല. ഒന്നാമത്തെ കാരണം ഞാനിപ്പം 10 വർഷമായി വന്നിട്ട്. ഇതിനിടെ ഇവിടുത്തെ അപ്പച്ചന് എൻ്റെ വലിയ അപ്പച്ചൻ്റെ അപ്പച്ചൻ, അമ്മയുടെ അപ്പച്ചൻ, അമ്മയുടെ അമ്മ, അമ്മയുടെ അപ്പൻ്റെ 3 പെങ്ങന്മാര്, ഈ കഴിഞ്ഞ 1 വർഷത്തിനിടെ 4 പേര് മരിച്ചു. അപ്പോൾ ഇനി അവരെ കാണാൻ പറ്റത്തില്ല. ആരോഗ്യത്തോടെ ഇരിക്കുന്ന ചെറുപ്പക്കാർ വരെ മരിച്ചു പോകുന്നു. എൻ്റെ മാവിയുടെ മോന് ഇപ്പം 33 വയസ്സേ ഉള്ളൂ. 2 മാസമായി മരിച്ചു. കല്യാണം കഴിച്ചു, പിള്ളേർ പോലും ഇല്ല. പെട്ടെന്ന് മരിച്ചു പോയി. ഹാർട്ടിന് സം പ്രോബ്ലം. അങ്ങനെ മനുഷ്യന്റെ സ്ഥിതി. ഇനി ഒന്ന് കാണാൻ പറ്റുമെന്ന് എങ്ങനെ അറിയാം? എന്തേലും പറ, ഞാനാ പറയുന്നത്. ആഗസ്റ്റ് 15-ാം തീയതി മരിച്ചതാ അപ്പച്ചൻ. അത് വലിയ അസുഖമൊന്നും ഇല്ലായിരുന്നു. അത് തന്നെ ഒറ്റ ഒരാഴ്ച കാലിന്റെ നഖം ശകലം മുറിഞ്ഞെന്നൊരു ചെയ്തു. അങ്ങനെ ഒരു വലിയ അസുഖമൊന്നും ഇല്ലായിരുന്നു. 3 ദിവസത്തിന് ചോറും ഉള്ളുന്നല്ല ഞങ്ങളടി വെള്ളിയാഴ്ച. ഞങ്ങള് 2 പേരുമായിരുന്നു ശുശ്രൂഷ. അവന്റെ അനുഗ്രഹം കൊണ്ടാ അപ്പൊ അസുഖം വന്നിട്ട് ഇരിക്കുന്നേ. അസുഖം ഞാൻ കോട്ടയത്ത് വരെ പോയി ഒരുങ്ങിയിരിക്കുക. അങ്ങനെ ഇരിക്കുന്നേ. മോള് സ്കൂളിൽ ചേർത്തില്ല. ചെന്നിട്ട് KG കൊണ്ട് ചേർന്നു. ഒരു പെണ്ണൂരാണ് അല്ലേ? ജോലി ആയതുകൊണ്ട് കാണാനും പറ്റാത്തതുകൊണ്ടാണ് ഇതെല്ലാം ചോദിക്കണത്. ഇത് അമ്മച്ചി, ഇത് മമ്മിയുടെ അമ്മച്ചി. നീ മാത്രം ഓക്കെ. പറഞ്ഞാലറിയാം.
അനങ്ങനെയാണ് മഴ വീഴും. എന്താ കരച്ചില് കുറച്ച് കരച്ചില് എന്താ ചെയ്യുന്നു? എവിടെങ്കിലും പോകുന്നു? കോട്ടയത്തിന്റെ അസുഖമായിരുന്നു അറിഞ്ഞായിരുന്നു. പിന്നെ റായന്റെ പെങ്ങളെയും കൊണ്ട് അമ്മാനെയും കൊണ്ട് വന്നു മൂത്തമ്മനെയും കാണാൻ ഞാൻ തിരക്കി വീട്ടിൽ വന്നു. അന്നേരം അവനെ പറയുന്നത് ആരാടാ? ഇല്ല വന്നില്ല. ഇവിടെ ഉറച്ചു പറഞ്ഞാൽ മിക്സിക്ക് കേൾക്കാൻ വയ്യ. മോന് മലയാളം അറിഞ്ഞൂടമ്മേ, അല്ല മലയാളം അമ്മച്ചി പറയുന്നത് എല്ലാം മനസ്സിലാവും. മനസ്സിലാവും. അവൻ പറയുന്നത് മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അതെ എന്റെ മമ്മയ്ക്കൊക്കെ സുഖാണെന്ന് ചോദിച്ചേ. മമ്മിക്കൊക്കെ സുഖാണെന്ന് ചോദിച്ചാണ്. മമ്മിക്ക് കൊണ്ടിന്ന് കാണിക്കാനാന്ന് അമ്മയൊക്കെ. എല്ലാം പറയാനുണ്ടെങ്കിൽ വർത്താനം പറയാൻ. ചെന്നമ്മയോട് വല്ലതും പറയാനുണ്ടെങ്കിൽ പറഞ്ഞാൽ. അതൊന്നും കണ്ടില്ല, ആരും കണ്ടില്ല. അത് കണ്ടിട്ട് 2 കൊല്ലമായി. 2 3.5 വർഷം കഴിഞ്ഞ് പാപ്പച്ചൻ മരിച്ചപ്പം വന്നതാ. അന്ന് ഒത്തിരി പേര് അവിടെ ഉണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് മരിക്കുന്നവരെ ഒരു ഇതൊക്കെ. പിന്നെ എപ്പോഴും അവൻ ആശുപത്രി കൊണ്ടുപോയല്ലോ, ഗുളിക മേടിച്ചുകൊണ്ട് കൊടുക്കും, മരുന്നൊക്കെ മേടിച്ചിട്ടുണ്ട്. മരിച്ചപ്പം അവളുടെ മടിയിലിരുന്ന പോയത്. അച്ഛമ്മനോട് ഉണ്ടോ? അവിടുത്തെ അവിടെ ഇരുന്നവന്റെ പേര് അറ്റകുഞ്ഞെന്നാണ്. അത് അമ്മച്ചി ചോദിച്ചാൽ ഇത് മൂത്ത മോൻ. രണ്ടാമത്തെ ഞാൻ എനിക്ക് മൂത്ത ഒരു ചേട്ടത്തിയുണ്ട് കുണ്ടറ. അതിനിളയതാ ഞാൻ. ഒരു സിസ്റ്ററുണ്ട്, ഒരു മൂത്ത സിസ്റ്ററുണ്ട്. ഇളയത് എത്ര? 4 പേര്. 3 പേര്. ഞങ്ങൾ 5 പെണ്ണുങ്ങൾ. അയ്യാ 5 പേര്. ചേട്ടത്തി. അന്ന് ഞാൻ പിന്നെ 3 പേര്. ലില്ലിക്കുട്ടി, മോളക്കുട്ടി. അമ്മ അവിടെ നിന്ന് ചെറുടെ പുറമോട്ട് മാറി. ഏറ്റവും ആളുകൾ തിരുവനന്തപുരത്താണ്. ഞങ്ങൾ പോകുന്നുണ്ട് കാണാൻ. തിരുവനന്തപുരത്താണ്. നിങ്ങള് കോട്ടയത്ത് പോയായിരുന്നു? പോയപ്പോ ഇളയ മാമിയുടെ അവിടെ കയറിയോ? റാലമ്മയുടെ അവിടെ അവിടെയും കൊണ്ടുപോകണമെന്ന് ചിന്നമ്മ മോള് ഞങ്ങൾക്ക് എന്റെ മമ്മി എഴുതിയായിരുന്നു. കോട്ടയത്ത് രാജമാമിയുടെ അവിടെ നിന്ന് കൊണ്ടുപോകണം, തിരുവനന്തപുരത്ത് മോളിക്കുട്ടി കൊച്ചമ്മയുടെ അവിടെ കൊണ്ടുപോകണം എഴുതിയായിരുന്നു. മോനെ കണ്ടിട്ടില്ല, അതുകൊണ്ട് അവരുടെ ഒന്ന് കാണാൻ. അപ്പച്ചൻ മരിച്ചു പോയത് അതൊന്നും അറിയാനുള്ളതല്ല. അതവൾ അറിഞ്ഞ് ഇല്ലാതെ അവൻ്റെ മടിയിരുന്നു. അതൊക്കെ അറിഞ്ഞാൽ ഇപ്പൊ അമ്മച്ചി പറയുന്ന ഒരു വ്യത്യാസമല്ലേ. അവിടെ പോയി ഇരിക്കാൻ കാണുന്നത്. അമ്മച്ചിക്ക് മാറിക്കേ, അമ്മച്ചി മാറി. ഈ വ്യൂ ക്ലിയർ ആകുന്നില്ല. അതല്ല ലൈറ്റില്ലാത്ത. ഓക്കെ പറഞ്ഞു പോലും. ആന്റിയോട് എന്താ പറയുന്നതെന്ന് പറ. മോളെ ഇങ്ങോട്ട് മുന്നോട്ട് കയറിയില്ലേ? ഇത്രയും പേരിരിക്കും അവരുന്നാണോ? എന്നാ നീ വരെ ആമ്പിള്ളാരല്ലേ ചോദിക്കും. എന്റെ മോടെ കാര്യമൊന്നും ചോദിക്കും നിങ്ങള്. എന്റെ മോളെ ഇത് മോളല്ലയോ? ചോദിച്ചാൽ അവരാരും അമേരിക്കയിലില്ലല്ലേ. അവരും പോവും. അമേരിക്കയിൽ അമ്മച്ചി എന്ത് ചെയ്യുന്നു?
എന്നോട് എന്തെങ്കിലും പറയാനുള്ള പറ. അതെന്താന്ന് ചോദിച്ചിട്ടാ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചാൽ ഇതിനകത്ത് സംസാരിക്കുന്ന കേൾക്കും. എനിക്ക് അവർക്ക് കാണാനും കേൾക്കാനും കൊതിയില്ലയോ? പേപ്പറാണ് പറഞ്ഞു. അമ്മച്ചെ കാണിക്കാനാണ് അമ്മയിരിക്കലും മമ്മി എന്തെന്ന് ചോദ്യം അങ്ങോട്ടെ. കൊച്ചിന്റെ രക്തമായിട്ട് അത് കിട്ടിയിട്ടുണ്ടോ? ഇതുവരെയുള്ളതെല്ലാം കിട്ടിയിട്ടുണ്ട്. അറിയാം കൊച്ചിന്റെ ഫോട്ടോ എടുത്തിട്ടേ ഇതുവരെ ഇതുവരെ എടുത്തിട്ടില്ല. അതുകൊണ്ട് അമ്മച്ചിക്ക് കൊടുക്കാനാ, അമ്മച്ചി കാണാനാ. മുറ്റത്തോട്ട് ഇറങ്ങിയില്ല, വാ ഇടയ്ക്കാണ്. നല്ലപോലെ കാണും. എന്നാ മിറ്റത്തിറങ്ങി അല്ല ചുമ്മാ എന്നാ പറയാ ഞങ്ങള് മോനെ ആ ജനല് കയറണം മോനെ. ഒന്നും വേണ്ട അവർക്കൊന്നുമില്ല. ആ ജനല് കയറാം. ഇനിയും പറഞ്ഞോ ഇരിക്കുക. ഒന്നും പറയാനല്ലേ കാര്യം, പെണ്ണമ്മ ഇങ്ങോട്ട് അല്ലേ ഒന്നും പറയാനല്ലേ ചിരിക്കുക, അല്ലെങ്കിൽ കാരാ ചോദിക്കണി അമ്മച്ചിക്ക് സുഖാന്നൊക്കെ ചോദിക്കേ. വർത്താനം പറയാന്ന് അമ്മച്ചിക്കൊക്കെ സുഖമായി. കഴിഞ്ഞ രാത്രി നീ കാണും. അതവനത്ത് കാണും അങ്ങനെയൊക്കെ കാണിച്ച. എന്റെ മോക്ക് സുഖമാണോ? ആ അയ്യാ ആണ്ട വരുന്നു. കൊച്ചുമോക്കോ? ഈ കൊച്ചുമോള് സ്റ്റേസി മോള് വർത്താനം കേൾക്കാൻ ആ കൊതി. അതൊക്കെയാ കാണേണ്ടത്. ഇവിടെ വലിയ വർത്തമാനക്കാരി ഇതാണ്. അവള് പറഞ്ഞാ ഒക്കെയല്ല, അതിനേക്കാൾ ഒരു ചാതുരിയാ അവളുടെ നടത്തവിടെ കാണണം. ചിലപ്പോ വർത്താനൊക്കെ പറഞ്ഞ് ജയിക്കുമ്പോൾ കഴിച്ചു കൊടുക്കും. ഞങ്ങളെ കാണാമോ? ഞങ്ങളും കാണാൻ കൊതിയാവുന്ന ഒക്കെ വരാൻ പറയണം. ഇനി ചെന്നാലും ഉടനെ ഞങ്ങളെ ഇവിടെ കൊണ്ടുപോകാൻ പറഞ്ഞു. ചിരിക്കുന്ന ഇവർക്കാർക്കൊന്നും പറയാനില്ല. അതാ പറഞ്ഞു എന്തെങ്കിലും പറയാൻ കുട്ടി അവർക്ക് എന്തെങ്കിലും പറ. സുഖമാണോ ഇല്ലയോ? അവൾക്ക് സുഖമില്ലെന്നില്ലയോ പറയുന്നേ? ഇവിടെ പറയുന്നുണ്ട് ഒരാള്. ആ അയ്യാ വേണ്ട പറയാം. ആരും പറയണ്ട. ഇങ്ങോട്ട് വേണ്ട, അങ്ങോട്ട് വേണ്ട. മോളെ മോളെ ദോ വിളിക്കുന്നു. ദാണ്ടെ മോളെ, ദാണ്ടെ മോളെ, ദാണ്ടെ ദാണ്ടെ ദാണ്ടെ. സുന്ദരിയാണല്ലോ, സുന്ദരിയാണല്ലോ. അത് കാണലാം, അത് കാണലാം. ഓടിവാ 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 ഓടിവാ. വരണോ? രണ്ടുപേരും എളുപ്പം വരാൻ പറയണം. അപ്പച്ചനെ കാണണമെങ്കിൽ അപ്പച്ചനെ കാണണമെങ്കിൽ എളുപ്പം വരണം. അപ്പച്ചനെ കാണാൻ അവിടെ ഇപ്പം കണ്ടോളും, ഇതും കൊണ്ട് ചേരുന്നു. അങ്ങനെ കണ്ടാ മതിയോ? പിന്നെ അപ്പച്ചനെ കാണാൻ എങ്ങനെയായാലും കണ്ടാൽ ടിവിക്കകത്ത് ആക്ടേഴ്സ് ഇരിക്കുന്ന മാതിരി നടീനടന്മാര് മൂവിയിലിരിക്കുന്ന പോലെ കാണത്തില്ല. നിന്റെ കയ്യിലും കൂടെ ഇരുന്നൊന്ന് മോങ്ങല് തീരട്ടെ.
ദാണ്ടെ ഇവിടെ ആ മോളെ എടുത്തു നല്ലോണം എടുത്തു ദാണ്ടേ ദാണ്ടേ വിളിച്ചോ ദൂരം കിട്ടുമോ കിട്ടുമെങ്കിൽ അങ്ങോട്ടും എടുത്തു കാറ് വരേടോ ഒക്കെ കിടക്കട്ടെ. എന്താ പറവല്ലോ എന്റെ പേരെന്തോ ജോയ് ജോയ് പോലീസുകാർ ചോദിക്കുന്നതാണ് എന്റെ പേര് ഒന്നും പറയുന്നില്ല. മാങ്ങയ്ക്ക് എന്താ പറ്റിയെന്നാ പറഞ്ഞേ? മാങ്ങ നിന്നപ്പോ എന്താ പറ്റി? അയാളെ അമേരിക്കയിൽ അമ്മച്ചിയും സ്റ്റേസിയുടെ കാര്യമൊക്കെ ചോദിച്ചു. സ്റ്റേസി പറഞ്ഞുകൊണ്ടെന്ന് പറ ഒറ്റയ്ക്ക്. മാങ്ങയ്ക്ക് പുളിയായി പോയല്ലേ? അമ്മയിടും ചക്കപ്പഴം ഒരു സാധുപഴം മാമ്പഴം എന്തൊരു മൈരപ്പഴം ആദ്യം കഴിക്കും നെല്ലിക്ക പിന്നെ മരിയിരിക്കും പേരാവി